ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഒരു സാധാരണ ബിസിനസ്സുകാരന് പോലും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പോലും അവർക്ക് കച്ചവടം കുറവായ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കുറവാകുന്ന ഒരവസ്ഥയിൽ അവർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും നേരിടുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവെ ബിസിനസ് കുറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ റവന്യൂ കുറയുന്നത് കൊണ്ടും സെയിൽസ് കുറയുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളായാലും ശരി, വലുതായാലും ചെറുതായാലും ബിസിനസ് സ്ഥാപനങ്ങളായാലും ശരി, അവരുടെ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താ വേണ്ടത്? അവർക്ക് തുടർച്ചയായിട്ടുള്ള സെയിൽസ്, റവന്യൂ അല്ലെ കച്ചവടം കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയും. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ആ രാജ്യം ചെയ്യുന്ന കച്ചവടത്തിനകത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവുകയും അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യണം. ചൈന തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിയതിന് ശേഷം ഏകദേശം 1990 മുതൽ ഏകദേശം 10-20 വർഷത്തോളം അവർക്ക് അവരുടെ സാമ്പത്തിക വളർച്ച 10% മേളിൽ സ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു, ആവറേജ്. അങ്ങനെയാണ് ചൈന ഇത്രയും മാസീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, പെട്ടെന്ന് തന്നെ അവരൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഇത്രയും അവർക്ക് മാറുവാൻ സാധിച്ചതാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി തന്നെയാണ് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇതുപോലുള്ള സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വളർച്ചയും മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതാണ്. അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ജപ്പാൻ്റെ സാമ്പത്തിക വളർച്ചയും കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വെസ്റ്റേൺ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ കൂടിയാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ചൈന ആയാലും ജപ്പാൻ ആയാലും സൗത്ത് കൊറിയ ആയാലും ഒക്കെ തന്നെ. ഇന്ത്യയുടെ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടുതൽ എക്സ്പോർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യ ഒരു ഡൊമസ്റ്റിക് കൺസംഷനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക മോഡലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നൊരു വ്യവസ്ഥ, അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമൊന്നുമില്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ തന്നെ സഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട വലിയ ആവശ്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ഉണ്ടായിരുന്നല്ല പറയുന്നത്, നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക മോഡൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പൊതുവേ ഗ്ലോബൽ റിസർഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്, ഇന്ത്യ പോലുള്ള പൊതുവെ ഇത്രയും വലിയൊരു സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന രീതിയിൽ നമ്മൾ പൊതുവെ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെയൊക്കെ അത് വളരെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ഇന്ത്യ അങ്ങനെ ബാധിക്കാറില്ല. അഥവാ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യ അത് ഫലപ്രദമായിട്ട് അതിനെ എന്താണ് പറയുന്നത്, ഒരു ഷോക്ക് അബ്സോർബർ നമുക്കുണ്ട് തീർച്ചയായിട്ടും. അത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഒരു എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ട്രംപിൻ്റെ വ്യാപാര യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിൽ എന്താണ് പറയുന്നത്, അവരൊരു വ്യാപാര കരാറിലേക്കോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു അയവോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചൈനയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ ചൈനയുടെ ഉള്ളിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കറിയാം ചൈനയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പം നമ്മളെ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിന് അറിയാൻ കഴിയുന്നത് പോലെ ചൈനയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും വളരെ എന്താണ് പറയുക, നമുക്കൊരു ഫ്രീ ഇൻഫർമേഷൻ, ഈസി ആക്സസ് അല്പം താമസിച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ലോകം മൊത്തം അറിയാൻ സാധിക്കും. അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ലോകം മൊത്തം അറിയാൻ സാധിക്കും. പക്ഷേ ചൈനയിൽ ഉള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഇതുപോലുള്ള സാമ്പത്തികമായിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ
ലോകം പെട്ടെന്ന് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തന്നെയും ചൈനയ്ക്കകത്തു നിന്നും നമുക്ക് ആഹ്, ഉള്ള പ്രശ്നങ്ങൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ചൈന ആഭ്യന്തരമായിട്ട് നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ചൈനയുടെ ഗവൺമെന്റ് അവരുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചൈനയുടെ പിന്നെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ജോലിക്കാരോടൊക്കെ മദ്യം, സിഗരറ്റ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ മിതഭക്ഷണം ശീലിക്കാനും ഒക്കെ തന്നെ ഷീയുടെ ഷീ ജിൻപിങ്ങിന്റെ അന്ത്യശാസനമുണ്ട്. അതായത് ചെലവ് ചുരുക്കൽ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ചെലവ് ചുരുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് നമ്മൾ ചെലവ് ചുരുക്കുന്നത്? കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നമ്മൾ നേരിടുമ്പോഴാണ് ഒരു വ്യക്തിയായാലും ഒരു സ്ഥാപനമായാലും അല്ലെങ്കിൽ വലിയ കോർപ്പറേഷൻസ് ഒക്കെ ആയാലും ഒരു സംസ്ഥാനമായാലും നമ്മുടെ രീതിയിൽ പറയുമ്പോൾ ഒരു സംസ്ഥാനമായാലും രാജ്യമൊക്കെ തന്നെ ചെലവ് ചുരുക്കലൊക്കെ നമ്മൾ ചെലവ് ചുരുക്കുന്നത് പിന്നെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെ തന്നെ നമുക്ക് ചെലവ് ചുരുക്കാം. അതല്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നേരിടുമ്പോഴൊക്കെ തന്നെ രാജ്യങ്ങളും ഈ പറഞ്ഞ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ചെലവ് ചുരുക്കൽ അവരുടെ ഒരു ഭാഗമായിട്ട് ചെലവ് ചെലവ് ചുരുക്കൽ അവരുടെ പോളിസിയുടെ അല്ലെങ്കിൽ പ്രോഗ്രാം അവരുടെ അതിൻ്റെ ഒരു ഭാഗമാകാറുണ്ട്. അപ്പം ചൈനയിലും ഇപ്പം ഇങ്ങനൊരു പരിപാടി അവർ അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഓൾറെഡി ചൈനയിൽ വളരെ കടുത്ത പ്രതിസന്ധിയിലാണ്. പിന്നെ ചൈനയ്ക്കത് വളരെയധികം ക്ഷീണം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം ചൈനയിലേക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു എന്താ പറയുന്നത് വളർന്നു പന്തലിച്ചൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. നമുക്കറിയാം പല വീഡിയോകളിലൊക്കെ കാണുമ്പോഴും ചൈനയുടെ അകത്തുള്ള വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും ശരി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ്. കാരണം ഇത്രയും നാളുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്ത് സാമ്പത്തികമായി ഇത്രയും വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ വൻതോതിലുള്ള കുതിച്ചുചാട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒരു സമയം കഴിയുമ്പോൾ സാച്ചുറേഷൻ ഉണ്ടാകും. ആ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ റീസ്ട്രക്ചർ ചെയ്ത് മറ്റടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തിൽ എന്താണ് പറയുന്നത് വളർച്ച താഴേക്ക് പതിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ ടാരിഫ് വാർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നികുതി യുദ്ധം അല്ലെങ്കിൽ വ്യാപാര യുദ്ധം തുടങ്ങിയതോടുകൂടി ചൈനയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അവിടെ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്ന ചൈന അവരുടെ സർക്കാർ ജീവനക്കാർക്കിടയിൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ചെലവ് ചുരുക്കൽ വേഗത്തിലാക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ യുഎസുമായിട്ടുള്ള ട്രംപ് വന്നതിന് ശേഷം ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല ഏറ്റവും കൂടുതൽ ബാധിക്കുകയും അതുപോലെ തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സമ്പദ് രംഗത്തിന് വളരെയധികം സമ്മർദ്ദം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ ഈ ഇപ്പം മുതൽ പുറമോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചൈനീസ് ഗവൺമെൻറ് അവരുടെ എംപ്ലോയീസിനോട് എന്താ പറയുന്നത് ചെലവ് ചുരുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം കാണും, അവർക്കൊരു ലക്ഷ്യവും കാണും. ഉദ്യോഗസ്ഥരോട് അതായത് ചൈനീസ് ഗവൺമെൻറ്റിൽ ചൈനയുടെ നമ്മുടെ ഇവിടുത്തെ സർക്കാർ ജോലിക്കാരെന്ന് പറയുന്ന ചൈനയിലെ ആൾക്കാരോട് മദ്യത്തിനും സിഗരറ്റിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് അമിതമായി പണം ചെലവഴിക്കരുത്. കാരണം ചിലപ്പോൾ ശമ്പളത്തിൽ സാലറി കട്ടൊക്കെ ഉണ്ടാകാം അല്ലേ? സർക്കാർ എന്താണ് അവരുടെ ചൈനീസ് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. കാരണം പഴയ പോലെ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത നിൽക്കാം. അപ്പോൾ അതൊക്കെ പഴയ പോലെ ശമ്പളം കൊടുക്കാൻ ചിലപ്പോൾ പറ്റുന്ന തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ചിലവ് ചുരുക്കി പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ഭാവിയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലായിരിക്കും ഗവൺമെൻറ് അങ്ങനെ സർക്കിൾ ഇറക്കുന്നത്. ചെലവ് ചുരുക്കൽ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും ചൈനീസ് ഗവൺമെൻറ് അവരുടെ ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ അയച്ചതായിട്ട് പല ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റോയിട്ടേഴ്സ്, ബ്ലൂംബർഗ് ഇതുപോലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ. ചൈനയ്ക്ക് മോശം സമയം ആരംഭിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്.
സമ്പദ് വ്യവസ്ഥ അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെയല്ല കടന്നു പോകുന്നത്. ട്രംപിന്റെ ട്രേഡ് വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ചൈനയുടെ വളർച്ച പഴയതുപോലെ അത്ര ശക്തി ഉള്ളതല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു 15-20 വർഷത്തോളം ആവറേജ് ഗ്രോത്ത് റേറ്റ് 10% മേലെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ചൈനയ്ക്ക് ഇപ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ നമുക്കറിയാം ഏകദേശം 4.4 അല്ലെങ്കിൽ 4%, 5%-ഒക്കെ ഇടയ്ക്കാണ്. അപ്പോൾ അതത്ര എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഏകദേശം നേരത്തെ ഉള്ള വളർച്ചാ നിരക്കിനൊക്കെ ഒപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ആ ക്രിട്ടിക്കൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും, കാരണം ദീർഘകാലം ഇങ്ങനെ 10%, 8%, 9%, 11%, 12% ഇതുള്ള ഗ്രോത്ത് റേറ്റ് ഒന്നും ഒരു രാജ്യത്തിനും പിന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ടൈം പീരീഡ് ഉണ്ട്, ടൈം ഫ്രെയിം ഉണ്ട്. 20 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സ്. 25 ഇയേഴ്സിലൊന്നും ഇത്രയും ഇത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഈ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഇത്രയും 10% എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഒരു രാജ്യത്തിനും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഒത്തിരി ഡിസ്റപ്ഷൻസ് ഒക്കെ ഗ്ലോബൽ എക്കോണമിയിലും ഗ്ലോബൽ മാർക്കറ്റിലും ഒക്കെ വരുന്നതുകൊണ്ട് ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഡിസ്റപ്ഷൻസ് ഉണ്ടാകാം. പിന്നെ ഒത്തിരി ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം. അതിനെയൊക്കെ അടിസ്ഥാനമാക്കി തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളുടെ കടന്നു വരവുണ്ടാകാം. ഇപ്പം ഇന്ത്യ ഏകദേശം ചൈനയ്ക്ക് ഒരു കോമ്പറ്റീറ്ററായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക വളർച്ചയുള്ള രാജ്യവും ആയി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ഈ പറഞ്ഞ 6.6 അല്ലെങ്കിൽ 6.5% ഇന്ത്യയെ സംബന്ധിച്ച് അത് സഫീഷ്യൻ്റ് അല്ല. പക്ഷേ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഇന്ന് സാമ്പത്തികമായിട്ട് വളർച്ചയുടെ കാര്യത്തിൽ ഗ്രോത്ത് റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഓക്കെ, അത് മറ്റൊരു സബ്ജക്ട് മാറ്റർ. ഇപ്പോൾ പ്രതിസന്ധിയുടെ ആഴം കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആഴം കൂടിയത്, അല്ലെങ്കിൽ ഇത്രയും കടുത്ത പ്രതിസന്ധി ആയത് ട്രംപ് വന്നതിന് ശേഷമാണ്. അതിന് മുമ്പ് ചൈന ഗ്രോത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. വ്യാപാര യുദ്ധം തുടങ്ങി, ട്രംപ് തീരുവ വർദ്ധിപ്പിച്ചു. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ചൈനയെ എങ്ങനെ ബാധിച്ചു തുടങ്ങിയെന്നുള്ളത്. കാരണം അവരുടെ എക്സ്പോർട്ട് തീർച്ചയായിട്ടും കുറയുന്നുണ്ട്. എക്സ്പോർട്ട് കുറയുമ്പോൾ രാജ്യത്തിൻ്റെ വരുമാനം കുറയും. രാജ്യത്തിൻ്റെ വരുമാനം കുറയുമ്പോൾ ഗവൺമെൻറ് ഈ പറഞ്ഞ ചെലവ് ചുരുക്കൽ പരിപാടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് നമ്മൾ കമ്പനികളിലായാലും ശരിയാ, സ്ഥാപനങ്ങളിലായാലും കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം അങ്ങനെ തന്നെ അല്ലേ. ഒരു സാധാരണ കച്ചവടക്കാരൻ തന്നെ നടന്നു കൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് കോട്ടം തട്ടുമ്പോൾ വരുമാനം കുറയുകയും ആ വരുമാനം കുറയുന്നത് അത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം പഴയ പോലെ തന്നെ നിലനിർത്താൻ സാധിക്കത്തില്ല. എങ്ങനെ ആ ശമ്പളം അവർക്ക് തീർച്ചയായിട്ടും ശമ്പളം കുറയ്ക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം തൊഴിലാളികളുടെ എണ്ണത്തിലും കുറവ്, തൊഴിലാളികളുടെ എണ്ണവും വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനെ പല ഡയമെൻഷൻസ് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ചൈനയുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അതായത് സ്മോൾ മീഡിയം സെക്ടേഴ്സിലൊക്കെ, കാരണം ഒത്തിരി ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ വ്യവസായങ്ങൾ ഉണ്ടല്ലോ. ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ട്രേഡിംഗ് കൺസേൺസ്, അങ്ങനെ ലക്ഷക്കണക്കിന് ബിസിനസ് യൂണിറ്റ്സുകൾ ഈ പറഞ്ഞ പ്രതിസന്ധി തീർച്ചയായിട്ടും നേരിടും. കാരണം അവർക്ക് വലിയ കോർപ്പറേഷൻസിനെ പോലെ അവർക്ക് ഈ ചെറിയൊരു ഡിസ്റപ്ഷനൊന്നും അവർക്ക് അതിപ്പം ചൈനയിലായാലും ശരി, ഇന്ത്യയിലായാലും മറ്റേത് രാജ്യത്തായാലും നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഇപ്പം ജി എസ് ടി പോലുള്ളൊരു ആഭ്യന്തരമായിട്ടുള്ളൊരു ചേഞ്ച് വന്നപ്പോൾ തന്നെ അതൊരു ഡിസ്റപ്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഡിസ്ട്രക്ഷൻ അല്ല, ഡിസ്റപ്ഷൻ. നമ്മുടെ ചെറുകിട സ്മോൾ മീഡിയം സെക്ടേഴ്സിലൊക്കെ ഒത്തിരി വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ വായിച്ചറിയുകയൊക്കെ ചെയ്തതാണ്. അപ്പം അതുപോലെ തന്നെ ചൈനയിലും ഈ പറഞ്ഞ വൻതോതിലുള്ള പ്രതിസന്ധി പ്രത്യേകിച്ച് ഈ മേഖലയെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പം അതിനകത്ത് നേരിടുന്ന പ്രശ്നം എന്താണ്? ഒന്ന്, വരുമാനം കുറയുമ്പോൾ പഴയ പോലെ സാലറി കൊടുക്കാൻ, വേതനം കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ പഴയ തൊഴിലാളികൾ ഒരു നിശ്ചിത ശതമാനത്തിനെ അവർക്ക് പിരിച്ചുവിടേണ്ടി വരും. കൂട്ടപ്പിരിച്ചുവിടൽ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ചെറിയ ചെറിയ യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നതല്ല, അടച്ചുപൂട്ടി തുടങ്ങി പല യൂണിറ്റുകളും. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അതായത് സ്മോൾ മീഡിയം സെക്ടേഴ്സ്. നമ്മളിവിടെ SME എന്നൊക്കെ പറയത്തില്ലേ,
സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അതാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ. അത് തീർച്ചയായിട്ടും അവർ വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം അവർക്കൊന്നും ഈ ഷോക്ക് താങ്ങാൻ സാധിക്കത്തില്ല. അതിൽ റിയൽ എസ്റ്റേറ്റ് രംഗം കടുത്ത പ്രതിസന്ധിയിലായത് ചൈനയ്ക്ക് വലിയ ക്ഷീണം തന്നെ. പ്രാദേശിക ഭരണകൂടങ്ങൾ പലതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. പ്രാദേശിക ഭരണകൂടങ്ങൾ നമ്മുടെ പിന്നെ എന്താണ് പറയുന്നത്, പഞ്ചായത്ത് പോലെ മുനിസിപ്പാലിറ്റി പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ. കാരണം അവർക്കെല്ലാം വരുമാനം നഷ്ടപ്പെടും. കാരണം വ്യവസായത്തെ അടിസ്ഥാനമാക്കിയാണ് നികുതി പിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് മേഖല പ്രതിസന്ധിയിലാകുമ്പം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ചൈനയുടെ ഗവൺമെൻറ് വരെ റവന്യൂ കുറയും. ഇപ്പോൾ നമുക്കെന്നറിയാം, നമ്മുടെ രാജ്യത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ വരുമാനം കുറയും. ഇല്ല, സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതി കുറയും, സംസ്ഥാന സർക്കാരുകളുടെ നികുതി കുറയും, പഞ്ചായത്തുകളുടെ വരുമാനം കുറയും, മുനിസിപ്പാലിറ്റിയുടെ വരുമാനങ്ങൾ കുറയും, കോർപ്പറേഷൻസിൻ്റെ വരുമാനങ്ങൾ കുറയും. അപ്പോൾ ഇവിടെല്ലാം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ അത് ബാധിക്കും. തൊഴിലിടങ്ങൾ, അതായത് ഈ പറഞ്ഞ വ്യവസായ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ അത് ബാധിക്കും. അവർക്ക് ജോലി നഷ്ടപ്പെടും. ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ ചിലപ്പോൾ പകുതിയെ കിട്ടത്തുള്ളായിരിക്കും. ശമ്പളം വെട്ടിക്കുറയ്ക്കും. ശമ്പളം ഒരുപക്ഷെ മാസങ്ങളായിട്ട് ഡിലേഡ് ആയിരിക്കും, കൊടുക്കുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിരവധി അനവധി പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകും തീർച്ചയായിട്ടും. അത് സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ചൈനയിൽ പൊളിറ്റിക്കൽ, ഇപ്പം നമ്മുടെ രാജ്യത്തെ പോലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാകത്തില്ല. ഭരണതലപ്പത്ത് തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ അത് നമ്മൾ എന്നാൽ നമുക്കൊരു ഫ്രീ ഇൻഫർമേഷൻ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ചൈനയെക്കുറിച്ച് ചൈനയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഭരണമാറ്റമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പം ഷീ പ്രസിഡൻ്റായിട്ട് മാറ്റപ്പെടുകയാണെങ്കിൽ നമ്മളതറിയും. പക്ഷേ എങ്ങനെ മാറ്റി, അവിടെ ഉണ്ടായ ബിഹൈൻഡ് ദ സീനിൽ എന്താണ് സംഭവങ്ങൾ നടന്നത്, ഇതൊന്നും നമ്മൾ അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ജപ്പാനിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോകത്തുള്ള ജനങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും എന്താ സംഭവം എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും അത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ വരെ പ്രതിസന്ധിയിലാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ടതെന്നല്ല, ഇത് ഒരിടത്ത് മാത്രമായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പ്രതിസന്ധിയുടെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ് ചെലവ് ചുരുക്കൽ നിർദ്ദേശം കർശനമായിട്ട് പാലിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഘടകം എന്നുള്ളത്. ഈ ഇൻ്റർനാഷണൽ മീഡിയ, ഇപ്പം ബ്ലൂംബർഗ്, റോയിട്ടേഴ്സ് ഇതുപോലുള്ള, അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ്, അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റ്, BBC ഇതുപോലുള്ള പത്രമാധ്യമങ്ങളുണ്ടല്ലോ, അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ ഓഹരി വിപണിയിൽ തന്നെ FMCG കമ്പനികളുടെ ഓഹരികൾ, വലിയ FMCG നമ്മൾ പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അപ്പോൾ ഈ കമ്പനികളുടെ, ആ സെക്ടറിലുള്ള കമ്പനികളുടെയൊക്കെ തന്നെ ഓഹരികൾ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നു. തിങ്കളാഴ്ച 1.7% വരെ താഴ്ന്നു. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോക്ക് പ്രൈസിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സെക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ, ഇതിപ്പോൾ FMCGയുടെ മാത്രമാണ് പറയുന്നത് കേട്ടോ. FMCGയുടെ മാത്രം ഒരു സെക്ടറിൽ മാത്രമായിരിക്കത്തില്ല ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റെല്ലാ മേഖലകളിലൊക്കെ ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാകും. അതായത് ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള ബാങ്കിങ്, ഇൻഷുറൻസ്. കാരണം ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയുടെ സമസ്ത മേഖലകളെ അത് ബാധിക്കും. അപ്പോൾ ചൈന അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബിഗിനിങ് ഓഫ് ദ എൻഡ് ആണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളത്. അതിൻ്റെ ഈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ രൂക്ഷമായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക, ട്രംപ് കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അഥവാ ചൈനയുമായിട്ടുള്ള വ്യാപാര സംഭാഷണങ്ങൾ തുടങ്ങിയാലും അത് വിജയകരമായിട്ട് മുന്നോട്ട് പോയാലും പഴയ പോലെ ചൈനയ്ക്ക് കൂടുതൽ ഫേവേഴ്സ് ഒന്നും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപ് മുന്നോട്ട് പോകാനുള്ള സാധ്യത, ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ഭരണകൂടം മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ചൈന നേരിടുന്ന പ്രതിസന്ധി ഇതാണ്. ചൈന പ്രതിസന്ധി നേരിടുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചൈന പാപ്പരായി തുടങ്ങിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ടൈറ്റിൽ. ചൈന പാപ്പരാകാൻ സമയമായിട്ടില്ല. തൽക്കാലം അവിടെ പ്രതിസന്ധി, ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.